ബോർഡുകളിൽ മാത്രം ഒതുങ്ങുന്ന വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പ്രതിനിധിക്കെതിരെ പടപ്പുറപ്പാടിന്റെ കാഹളം മുഴക്കിക്കൊണ്ടും വാതുറന്നാൽ വർഗീയത മാത്രം പറഞ്ഞ് മനുഷ്യ മനസ്സുകളെ തമ്മിലകറ്റുവാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ഫാസിസത്തിനെതിരെ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ഈരാറ്റുപേട്ടയെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഈരാറ്റുപേട്ട നഗരസഭയിലെ ആപാലവൃത്തിയും ജനങ്ങളും ഹൃദയം കൊണ്ടേറ്റെടുത്ത ഈരാറ്റുപേട്ടയിലെ കച്ചവടക്കാർ, ഈരാറ്റുപേട്ടയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഈരാറ്റുപേട്ടയിലെ പാവങ്ങളെല്ലാം ഹൃദയത്തോടെ വാങ്ങിയ ഊരാവിന്റെ പ്രിയങ്കരമായ കടന്നു വരികയാണ്. എതിരാളികളുടെ ഇടനെഞ്ചിൽ അങ്കലാപ്പിന്റെ ഇടിമുഴക്കങ്ങൾ തീർത്തുകൊണ്ട് ഈരാറ്റുപേട്ടയെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിച്ചുകൊണ്ട് ഈ വാഹനത്തിന് തൊട്ടുപുറകെ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുവാൻ, ആശീർവദിക്കുവാൻ നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശങ്ങൾ ഈ നാടിന്റെ പുരോഗതിക്കായി സമർപ്പിച്ച് നല്ലൊരു നാളേക്കായി കൈകോർക്കുവാൻ, ഒരു വസന്തകാലത്തിനായി അണിചേരുവാൻ സേവസമ്പന്നരായി പ്രബുദ്ധരായ വോട്ടർമാരെ അഭ്യർത്ഥിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ എൻജെയ്ത നിറഞ്ഞ മനസ്സും നിറഞ്ഞ പുഞ്ചിരിയുമായി തുറന്ന വാഹനത്തിന് എതിരാളികളുടെ ഇടനെഞ്ചിൽ അങ്കലാപ്പിന്റെ ഇടിമുഴക്കങ്ങൾ തീർത്തുകൊണ്ട് ഈ വാഹനത്തിൽ തൊട്ടുപുറകെ കടന്നു വരികയാണ്. പ്രവർത്തകരെ ക്ഷണിക്കുക. ഈ പ്രദേശത്തുള്ള മനോഹരമായ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനിയായ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി വാർഡ് പ്രസിഡന്റ് DH വരികുട്ടി, മുസ്ലിം ലീഗിന് വേണ്ടി റിയാസ് പ്രാമൂണ്ടൻ, കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി മനാസ് കല്ലുതാറോ, കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി KK സുനീർ, മുസ്ലിം കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ സമൂഹത്തില് വർഗീയ വിഷം കലർത്തുന്ന ശക്തികളെ തുരത്തി ഓടിക്കുക. രണ്ട്, സാമ്പത്തികമായി തകർത്തടിച്ച നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ പുനർജീവിപ്പിക്കുക. നമുക്കറിയാം, നമ്മുടെ ഈ പൂജാർ നിയോജക മണ്ഡലത്തില് എല്ലാ ജനവിഭാഗങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്നതാണ്.
ആ സഹോദരന്മാരുടെ ഇടയ്ക്ക് ഭിന്നിപ്പിന്റെ മനസ്സ്, അതോടെ ശത്രുതയുടെ മനസ്സുണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ചിത്രശക്തികളെ അടിച്ചോടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ മതേതരത്വത്തിന്റെ മണ്ണിൽ ഒരു കാരണവശാലും വർഗീയ വൃക്ഷത്തിന്റെ ഭിന്നിപ്പിന്റെ സ്വരം അനുവദിക്കില്ല എന്ന് കളി അടയാളത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മതേതരത്വത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയുമാണ് കളി അടയാളം. നിങ്ങളോട് രണ്ടാമതായി സൂചിപ്പിക്കാനുള്ളത് 10 വർഷം ഭരിച്ചു മുടിച്ച ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പടിയടച്ച് പിണ്ടം വെച്ച് പുറത്തു പോകുന്ന ഭാഗമാണ് കാണുന്നത്. നിങ്ങൾ യാതൊരു സംശയവുമില്ല, ഞാൻ ഇവിടുന്ന് എരുമേലി, മുണ്ടക്കയം, പാറത്തോട്, കോരത്തോട് തൊട്ട് മുഴുവൻ പഞ്ചായത്തുകളിലും പര്യടനം നടത്തിയപ്പോൾ 100 കണക്കിന് ആൾക്കാരാണ് ഈ ഒരു പര്യടനത്തോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്നോടുള്ള സ്നേഹം മാത്രമല്ല, കൈപ്പത്തിയോടുള്ള സ്നേഹം മാത്രമല്ല, മതേതരത്വത്തോടുള്ള സ്നേഹം മാത്രമല്ല, സാമ്പത്തികമായി തകർത്തടിച്ച നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പരമദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ട ഒരു ഗവൺമെന്റിനെതിരെയുള്ള ജനരോക്ഷമാണ്. യാതൊരു തർക്കവുമില്ല. ഞാൻ കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല. നമുക്ക് തീയിട്ടുപോയ, നശിപ്പിക്കപ്പെട്ട ഒരു എക്കോണമിയാണ് സാമ്പത്തിക മേഖല. ഈ സാമ്പത്തിക മേഖല പുനർജീവിപ്പിക്കുക എന്നാണ് യുഡിഎഫിന്റെ സ്വപ്നം. ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകാം. ഈരാറ്റുപേട്ട പോലെ കച്ചവട, വ്യാപാര, വ്യവസായ സമൂഹം ഉൾക്കൊള്ളുന്ന ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആധുനിക കച്ചവട സൗകര്യങ്ങൾ, നിങ്ങൾ ഇപ്പോൾ ഇവിടെ ജാതിക്ക പൊട്ടിക്കുന്നു, അല്ലെങ്കിൽ ഗ്രാമ്പ് കൊണ്ടിരുന്നു, നിങ്ങൾക്ക് ചെറുകിട സ്റ്റോറുകളിൽ സൂക്ഷിച്ച് ശരിയായ രീതിയിൽ അതിനെ പ്രോസസ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ്. അടയ്ക്കാനല്ല, കൊക്കോയല്ല, നിരവധി വ്യാപാരമേഖ, സ്പൈസസ്, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, എവരിതിങ് ഭയങ്കരമായിട്ട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ജനഗതിയാണ്. ഈ പൊട്ടൻഷ്യൽ കപ്പാസിറ്റി ഉള്ള ജനത്തെ വലിയ ഒരു ട്രെയിനിങ് സെന്ററിലൂടെ കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും നല്ല ബിസിനസ് സംരംഭകരായി മാറ്റുവാൻ എന്റെ കൈകൾ ശക്തമാകും എന്നുള്ള കാര്യത്തിൽ ഞാൻ ധൈര്യമായി നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു. 5 വർഷം കഴിയുമ്പോൾ നോക്കിക്കൊള്ളുക, ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലുള്ളവർ ഒക്കെ, മനസ്സുള്ളവരൊക്കെ ലക്ഷപ്രഭുക്കളാകുന്ന മാസ്മരിക വിദ്യ ഞാൻ കാണിച്ചു തരാം. ഞാനിത് പറയാൻ കാരണം, നീണ്ട 30 വർഷം മുമ്പ് 94-ല് തലപ്പുറം പഞ്ചായത്തില് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് അധികാരത്തിൽ വരികയാണ്. അന്ന് എന്നോട് ഏറ്റവും അടുപ്പമുള്ള പുളിക്കലെ കരിങ്കാക്കാവുണ്ട്, ഇവിടെ അരി റൈസ് നടത്തുന്നത്, അതുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, അന്ന് തൊട്ട് വ്യവസായത്തെ, വ്യാപാരത്തെയും പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്ന നടപടി മാത്രമേ നമ്മളിൽ നിന്നുണ്ടാകുകയുള്ളൂ. മറ്റൊന്നും കൊണ്ടല്ല. കച്ചവടം ചെയ്ത് കാശുണ്ടായാൽ മാത്രമേ ഗവൺമെന്റ് ടാക്സ് ഉണ്ടാവുള്ളൂ. അല്ലാതെ കച്ചവടം ചെയ്യുന്നവരെ, വ്യവസായം ചെയ്യുന്നവരെ അടിച്ചോടിക്കുക, കൊടി കുത്തുക, നശിപ്പിക്കുക എന്നുള്ള സംസ്കാരം മാറ്റിമറിച്ചേ പറ്റുള്ളൂ. അർഹതയുള്ളവർക്ക് അർഹതയുള്ള രീതിയിൽ ജോലി കിട്ടും, അതിന്റെ ശമ്പളം കിട്ടും. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, തലപ്പലം പഞ്ചായത്തിലാണ് നമ്മുടെ ഈരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള മുഴുവൻ ആൾക്കാരുടെയും വ്യവസായ സംരംഭങ്ങൾ, ലോകോത്തരമായ പുട്ടുപൊടി ഫാക്ടറികൾ, ലോകോത്തരമായ എക്സ്പോർട്ട് സെന്ററുകൾ, ഒരുപാട് പോയിന്റുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. കാരണം അങ്ങനെ നിരവധി ഘടകങ്ങളെ ഉൾച്ചേർത്ത് ആ പഞ്ചായത്തിലെ യാതൊരു പ്രശ്നവുമില്ലാതെ ഇൻഡസ്ട്രിയെ വളരാൻ അനുവദിച്ചു. തീർച്ചയായും ആ സംസ്കാരം ഇത്രയധികം കച്ചവട കപ്പാസിറ്റി ഉള്ള ജനങ്ങളെ ഏകീകരിച്ച് അവർക്ക് വേണ്ട ട്രെയിനിങ്, എക്സിബിഷൻ, നിരവധി ഘടകങ്ങൾ, അങ്ങനെ പദ്ധതി ഉണ്ടാകും. ഇത് കൂടാതെ ഈരാറ്റുപേട്ടയുടെ വികസനത്തെ കുറിച്ച് എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. സമഗ്രമായ പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാകും. 1, 2, 3, 4 എന്ന് ആദ്യം ചെയ്തു തീർക്കേണ്ട പദ്ധതികളെ ലിസ്റ്റ് ചെയ്ത്, അതോടൊപ്പം ഏതൊക്കെ സംവിധാനങ്ങളിൽ നിന്നാണ്, MP ഫണ്ടോ, MLA ഫണ്ടോ, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ഫണ്ടോ, ഏറ്റവും ചെയ്യാവുന്ന അടിസ്ഥാന സൗകര്യ വികസനവും ഈ 5 വർഷത്തിലുണ്ടാവും. ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിനോടൊപ്പം നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന വാഗമൺ ഉൾപ്പെടെയുള്ള വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉയർന്നു വരികയാണ്.
ഇവിടുന്നുള്ള നിരവധി ആൾക്കാർ അവിടെ കച്ചവടക്കാരായിട്ടുണ്ട്, എനിക്കറിയാം. അവരുടെയൊക്കെ ആ കച്ചവടത്തെ ഇന്നുള്ളതിൽ നിന്ന് അതനുസരിച്ചുള്ള വലിയൊരു ഡെവലപ്മെന്റ് അവിടെ കൊണ്ടുവരും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതോടൊപ്പം രാഹുൽ ഗാന്ധി അനുവദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ UDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും കഷ്ടപ്പാടുന്നവരെയും ചേർത്ത് പിടിക്കാൻ ഏറ്റവും പ്രധാനം നമ്മുടെ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും എന്നുള്ളത്. 2, സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, വിദ്യാർത്ഥികൾക്ക് കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ സ്റ്റൈഫൻഡ്, ഇതിനോടൊപ്പം ചികിത്സയ്ക്കായി 25 ലക്ഷം രൂപ, ചെറുകിട കച്ചവടക്കാർക്ക് പെട്ടെന്ന് ലോൺ ലഭിക്കത്തക്ക രീതിയിൽ 5 ലക്ഷം രൂപ വരെ. ഒരു ചെറിയൊരു കച്ചവടം ജാതിക്ക അല്ലെങ്കിൽ നമുക്ക് ഒരു മോൾ എടുക്കണം എന്ന് വിചാരിച്ചാൽ ആ രീതിയിലുള്ള ഒരു സ്കീം. അപ്പൊ നിങ്ങൾ ഓർക്കും ഇതൊക്കെ ചുമ്മാ തട്ടിപ്പല്ല. തെലങ്കാനയിലും കർണാടകയിലും കോൺഗ്രസ് ഗവൺമെന്റുകൾ കൃത്യമായി നടപ്പാക്കിയ പദ്ധതികൾ കേരളത്തിന്റെ പരിതസ്ഥിതിക്ക് അനുസൃതമായി രൂപകൽപ്പന ചെയ്ത് നടപ്പാക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ ധൈര്യമായി UDFനും കൈപ്പത്തിക്ക് വോട്ട് ചെയ്തുകൊള്ളുക. ഈ നാട് ഒരു മാറ്റത്തിന്റെ ആയിരിക്കുമെന്ന് മാത്രം പറഞ്ഞ് ഒരിക്കൽ കൂടി കൈ അടയാളത്തിൽ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സർക്കാർ മോഹൻലാലിന് ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള സ്വീകരണ സമ്മേളനത്തിന് ചെലവായത് 3 കോടി രൂപയാണ്. ഇതുപോലെ അനാവശ്യമായ ധൂർത്തുകൾ നടത്തുന്ന അവരുടെ ആവശ്യക്കാർക്കും സ്വന്തക്കാർക്കും അനധികൃതമായി ജോലി നിയമനങ്ങൾ നൽകുന്ന ആനുകൂല്യങ്ങൾ നൽകുന്ന ഈ ഗവൺമെന്റ് എത്രയും വേഗം താഴെ പോകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. നമുക്ക് പൂഞ്ഞാറിലേക്ക് കടന്നു വരാം. പൂഞ്ഞാർ എന്ന് പറയുന്ന പഴയ രാജവംശം നിലനിന്ന പൂഞ്ഞാർ രാജകുടുംബത്തിന്റെ പരമ്പരയായി നമ്മുടെ നാട്ടിൽ കാലങ്ങളായി അറിയപ്പെടുന്ന ഒരു മേഖലയായ പൂഞ്ഞാർ നിയോജക മണ്ഡലം. നമുക്കറിയാം, പൂഞ്ഞാറിൽ നിന്നും ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്. തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായി ബഹുമാന്യനായ AJ ജോൺ സാർ. തലയോലപ്പറമ്പിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ്, കേരളം അറിയപ്പെടുന്ന നേതാവ്, തലയോലപ്പറമ്പുകാരനായ AJ ജോൺ സാറിനെ വിജയിപ്പിച്ചുവിട്ട മണ്ഡലമാണ് പൂഞ്ഞാർ നിയോജക മണ്ഡലം. ബഹുമാന്യനായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് TA തൊമ്മനെ പൂഞ്ഞാർ മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്ത് അയച്ച മണ്ണാണ്. അങ്ങനെ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു മണ്ണാണ് പൂഞ്ഞാർ എന്ന് പറയുന്നത്. പൂഞ്ഞാറിൽ കോൺഗ്രസിന്റെ MLA-മാർ ഉണ്ടായ കാലത്ത് എത്രയോ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്ന് നാം മറന്നു പോകരുത്. ഈരാറ്റുപേട്ടയിൽ നിന്നും മേലുകാവിലേക്ക് പോകുന്ന റോഡ് ആദ്യമായി നിർമ്മിച്ചത് AJ ജോൺ സാറിന്റെ കാലത്താണ്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം 2001 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പൂഞ്ഞാറിലേക്ക് കടന്നു വന്നു. കേരള കോൺഗ്രസിന്റെ LDFന്റെ സ്ഥാനാർത്ഥിയായി കടന്നു വന്നു. ഞങ്ങൾ അദ്ദേഹത്തോട്, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരോട് വെല്ലുവിളിച്ച് ചോദിക്കുന്നു, അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഈരാറ്റുപേട്ട കേന്ദ്രമായി പൂഞ്ഞാറിൽ താലൂക്ക് സ്ഥാപിക്കും. ഈരാറ്റുപേട്ട കേന്ദ്രമായി പൂഞ്ഞാറിൽ താലൂക്ക് സ്ഥാപിക്കുമെന്ന് പറഞ്ഞ പ്രകടന പത്രികയിൽ അദ്ദേഹത്തിന്റെ 11ാമത്തെ പേജിൽ അദ്ദേഹം ഇപ്പോഴുള്ള ജനപ്രതിനിധി ജനങ്ങൾക്ക് വാക്കുകൊടുത്തതാണ്. പൂഞ്ഞാർ താലൂക്ക് ഈരാറ്റുപേട്ട കേന്ദ്രമായി എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് ജനപ്രതിനിധി മറുപടി പറയണം. നിങ്ങൾക്ക് മുഖ്യമന്ത്രിയും 10-25ഓളം മന്ത്രിമാരും കേരളത്തിലെ എല്ലാ ഭരണ സംവിധാനവും നിങ്ങളുടെ കയ്യിലായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് പൂഞ്ഞാർ താലൂക്ക് പ്രഖ്യാപിക്കാൻ പോലും കഴിഞ്ഞില്ല? 5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ഇവിടെ നിന്ന് ജനങ്ങളോട് വിഡ്ഢിത്തം പറയുകയാണ്, ഇനിയും താലൂക്ക് ഉണ്ടാവും എന്ന്. എങ്ങനെയാണ് ഈ MLA വിശ്വസിക്കാൻ കഴിയുക? ഉള്ള ആളുകളാണ് എന്ന് നിങ്ങളുടെ സർക്കാർ, നിങ്ങളുടെ പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു? നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. നിങ്ങൾക്ക് എവിടെ നിന്നാണ് റിപ്പോർട്ട് ലഭിച്ചത്? ഈരാറ്റുപേട്ടയെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ഇവിടെയുള്ള ജനങ്ങൾ അവർ വളരെ മാന്യമായ രീതിയിൽ പെരുമാറുന്ന ആളുകളാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമായിട്ട്, CPM-കാരോ മുസ്ലിം ലീഗുകാരോ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരല്ലാത്തവരോ വിവിധ മതസംഘടനയിൽപ്പെട്ടവരോ ആരുമായിക്കൊള്ളട്ടെ, ഈരാറ്റുപേട്ടക്കാർക്ക് പൊതുവായ ഒരു സ്വഭാവമുണ്ട്. സഹായ മനസ്കരായ ആളുകളാണ്, സേവന സന്നദ്ധരായ ആളുകളാണ്, മാനുഷികതയുള്ള ആളുകളാണ്. ആ ജനതയെ മുഴുവനാണ്. നിങ്ങൾ മുസ്ലിം ലീഗുകാരെ അല്ല, നിങ്ങൾ SDPA-ക്കാരെ അല്ല, നിങ്ങൾ കോൺഗ്രസ്സുകാരെ അല്ല
തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ എന്ന് വിളിച്ചത്. നിങ്ങൾ ഇവിടെയുള്ള ഓരോ സഖാക്കളെയുമാണ് വിളിച്ചത്. നിങ്ങളെ ഇവിടെ ഓരോ ഇടതുപക്ഷക്കാരെയുമാണ് ഈ ഗവൺമെന്റ് ഇങ്ങനെയുള്ള റിപ്പോർട്ട് കൊടുത്തിട്ട് ഈരാറ്റുപേട്ടക്കാരെ അപമാനിച്ചത്. അങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ട് ആ റിപ്പോർട്ടിന്മേൽ എത്രയോ കാലം നമ്മുടെ കുട്ടികൾക്ക് മാന്യമായ രീതിയിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഒരു കാര്യത്തിന് പോയാൽ സംശയ ദൃഷ്ടിയോടുകൂടി കാണുന്ന കാരണം ഗവൺമെന്റ് കൊടുത്ത റിപ്പോർട്ടാണ്. അങ്ങനെയുള്ള ഒരു നാടിനെ സംശയത്തോടു കൂടി കാണുന്നു എന്ന് വന്നാൽ ആ റിപ്പോർട്ട് തിരുത്തേണ്ടതാണ് ആരാണ്? നമ്മുടെ വോട്ട് വാങ്ങിച്ചു പോയ സെബാസ്റ്റ്യൻ കുളത്തിങ്കലാണ്. അദ്ദേഹം അതൊക്കെ മറന്നുപോയി കാണും. പക്ഷെ ഈ നാട്ടിലെ ജനങ്ങൾ അത് മറന്നിട്ടില്ല. സിവിൽ സ്റ്റേഷൻ നിങ്ങൾ തരില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ സിവിൽ സ്റ്റേഷൻ ഏറ്റെടുക്കുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്ത് നാടിനെ നാണം കെടുത്തിയ ഒരു ഭരണ സംവിധാനത്തിനെതിരെ ഇപ്പോഴല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രതികരിക്കേണ്ടത്? അതല്ലേ നമ്മുടെ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു നാടിനെ നാണം കെടുത്തിയ ഒരു സർക്കാരിനെ പാഠം പഠിപ്പിക്കാനുള്ള ഒരു സമയമാണ് ഈ സമയം.